നമസ്കാരം. കേരളത്തിൽ സ്വർണ്ണവില വൻതോതിൽ കുറയുകയാണ്. കഴിഞ്ഞ 2 ദിവസങ്ങളിൽ എന്ന പോലെ തന്നെ സ്വർണ്ണവിലയിൽ വലിയ കുറവാണ് ഇത്തവണയും രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ന്, അതായത് നവംബർ മാസം 14-ാം തീയതി 800 രൂപയിലധികം ആണ് ഒറ്റയടിക്ക് കുറഞ്ഞിരിക്കുന്നത്. ഈ മാസം ഇതുവരെ 3600 രൂപയാണ് കുറഞ്ഞിരിക്കുന്നത്. വൻതോതിൽ സ്വർണ്ണവില ഉയർന്ന പവന് 65,000 രൂപ വരെ എത്തും എന്നായിരുന്നു നേരത്തെയുള്ള റിപ്പോർട്ടുകൾ. എന്നാൽ എല്ലാം മാറി മറിഞ്ഞ വില കുത്തനെ ഇടിയുന്നതാണ് പുതിയ ട്രെൻഡ്. സ്വർണം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ല ദിവസമാണ് ഇന്ന്. ആഭരണം വാങ്ങുന്നവർ അഡ്വാൻസ് ബുക്ക് ചെയ്യുന്നതും നല്ലതാണ്. വരും ദിവസങ്ങളിലും വില കുറയാൻ സാധ്യതയുള്ളതുകൊണ്ടാണ് ഇക്കാര്യം വീണ്ടും ഓർമ്മിപ്പിക്കുന്നത്. അഡ്വാൻസ് ബുക്ക് ചെയ്താൽ വില കുറയുന്ന ദിവസം വാങ്ങാൻ സാധിക്കും. എന്തായാലും ട്രെൻഡ് അനുസരിച്ച് അടുത്ത ഒരു മാസക്കാലത്തേക്ക് ചിലപ്പോൾ വില കുറഞ്ഞാലും കൂടിയാലും കുറഞ്ഞ വിലയിൽ വാങ്ങാൻ ഏറ്റവും ഉപകാരപ്രദമാകുന്ന ഒരു സ്കീമാണ് അഡ്വാൻസ് ബുക്കിംഗ്. വില കുറയുന്ന സാഹചര്യത്തിൽ കൂടുതൽ ഉപഭോക്താക്കൾ എത്തുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ വ്യാപാരികൾ. പുതിയ സ്വർണ്ണവില സംബന്ധിച്ച് വിശദമായ വിവരങ്ങൾ നമുക്കൊന്നറിയാം. കേരളത്തിൽ ഇന്ന്, അതായത് നവംബർ മാസം 14-ാം തീയതി 55,480 രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ വില. 880 രൂപയാണ് കുറഞ്ഞിരിക്കുന്നത് പവന്. ഗ്രാമിന് 110 രൂപ കുറഞ്ഞ് വീണ്ടും 6,935 7000 എന്ന മാന്ത്രിക സംഖ്യയിൽ നിന്ന് ഈ മാസം കുറഞ്ഞതും ഇത് നേട്ടമായി മാറിയിട്ടുണ്ട്. 18 ക്യാരറ്റ് സ്വർണത്തിന്റെ വില വരുന്നത് ഗ്രാമിന് 90 രൂപ കുറഞ്ഞ് 5,720 രൂപയിലാണ്. വെള്ളിയുടെ വിലയിൽ ഗ്രാമിന് 1 രൂപ കുറഞ്ഞ് 97 രൂപയായിട്ടുണ്ട്. സെപ്റ്റംബർ 21-ന് രേഖപ്പെടുത്തിയ വിലയിലേക്ക് സ്വർണം കുറഞ്ഞിരിക്കുന്നു എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. ആഗോള വിപണിയിൽ സ്വർണ്ണവില കുത്തനെ കുറയുകയായിരുന്നു. ഔൺസ് സ്വർണത്തിന് $2,562 പുതിയ വില. നേരത്തെ 2,800 രൂപയിലേക്ക് ഇത് അടുത്തിരുന്നു. വില കുത്തനെ വർദ്ധിച്ച വേളയിൽ വൻതോതിൽ വിറ്റഴിക്കലും നടന്നിട്ടുണ്ട്. ഉയർന്ന വിലയിൽ ലാഭം കൊയ്യുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു ഈ വിറ്റഴിക്കൽ. മാത്രമല്ല, അമേരിക്കയിലെ ഭരണമാറ്റം സ്വർണ്ണവില ഇടിയാൻ വലിയ കാരണമായിട്ടുണ്ട് എന്നും നിക്ഷേപകർ മുൻകൂട്ടി കണ്ടിട്ടുണ്ട്. ഇന്ന് ഒരു പവൻ ആഭരണം വാങ്ങുന്നവർക്ക് 60,000 രൂപയിൽ താഴെയാകും ചിലവ് വരിക. നേരത്തെ ഇത് 66,000 വരെ എത്തിയിരുന്നു. അവിടെ നിന്നാണ് ഒറ്റയടിക്ക് 6,000 രൂപയിൽ മാറ്റം വന്നിരിക്കുന്നതെന്ന് പ്രത്യേകം ഓർക്കുക. ആഭരണം വാങ്ങുമ്പോൾ പണിക്കൂലി, GST, ഹോൾമാർക്കിംഗ് ചാർജ് എന്നിവ കൂടി ഉപഭോക്താവ് നൽകേണ്ടതുണ്ട്. നേരത്തെ വലിയ വില കൊടുത്ത സ്വർണം വാങ്ങിയവർ സ്വാഭാവികമായും ഇന്നിപ്പോൾ നിരാശയിലായിരിക്കും ഉണ്ടായിരിക്കുക. അതേസമയം വിവാഹ ആവശ്യങ്ങൾക്ക് ആഭരണം വാങ്ങാൻ കാത്തിരിക്കുന്നവർക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു ദിവസം തന്നെയാണിത്. ഇനിയും കാത്തു നിൽക്കേണ്ട, ഒന്നുകിൽ വാങ്ങുക, അല്ലെങ്കിൽ വിവാഹം ഇനി അടുത്ത ഒരു മാസത്തിനിടയിലാണ് ഉണ്ടാവുക എങ്കിൽ വില കുറയുന്നത് കാത്ത അഡ്വാൻസ് ബുക്കിംഗ് സ്കീമിൽ ചേരുന്നതായിരിക്കും ഏറ്റവും ഉചിതമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഡോളർ കരുത്ത് വർദ്ധിപ്പിക്കുന്നത് സ്വർണ്ണവില കുറയാൻ ഒരു കാരണമായി മാറിയിട്ടുണ്ട്. ഏറെ കാലത്തിന് ശേഷം ഡോളർ സൂചിക 106.66 എന്ന നിരക്കിൽ എത്തിയിരിക്കുകയാണ്. അതേസമയം ഇന്ത്യൻ രൂപ വലിയ തോതിൽ ഇടിഞ്ഞിട്ടുണ്ട്. ഡോളറിനെതിരെ 84.41 നിരക്കിലാണ് രൂപയുള്ളത്. ഇന്ത്യയിലേക്കുള്ള ഇറക്കുമതി ചെലവേറാൻ ഇത് കാരണമാകും. മാത്രമല്ല, രാജ്യത്തിന്റെ വ്യാപാര കമ്മി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നതാണിത്. ക്രൂഡ് ഓയിൽ വില വലിയ മാറ്റമില്ലാതെ നിൽക്കുന്നു എന്നതാണ് എണ്ണ വിപണിയിലെ ഇന്നത്തെ വിവരം. ബ്രന്റ് ക്രൂഡ് ബാരലിന് $72 വില. പശ്ചിമേഷ്യയിലെ സംഘർഷം തുടരുന്നുണ്ടെങ്കിലും ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റായി എത്തുന്നതോടെ യുദ്ധം അവസാനിപ്പിക്കാൻ നടപടി ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. ഇത് നിക്ഷേപകരിൽ പ്രതീക്ഷ വളർത്തുന്ന ഒരു കാര്യം കൂടിയാണ്. ബിറ്റ് കോയിൻ വില $93,000 കടന്ന് കുതിക്കുന്നതും സ്വർണ്ണവില ഇടിയാൻ കാരണമായിട്ടുണ്ട്. എന്തായാലും കാത്തിരുന്ന് കാണാം, സ്വർണ്ണവില ഇനി കുറയുമോ അതോ കൂടുമോ. എന്തായാലും വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ ഇപ്പോൾ വാങ്ങുക, അല്ലെങ്കിൽ ഏറ്റവും ഉചിതം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അഡ്വാൻസ് ബുക്കിംഗ് സ്കീമിൽ ചേരുക എന്നത് തന്നെയാണ്.